കാര്യം? ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 28 സദ്യ ഉണ്ടാവുന്ന വഴിവറ പന്നപ്പ. സായ് അഭ്യങ്കർ നിലവിൽ സൗത്തിൽ ഇത്രയേറെ ചർച്ചാ വിഷയമായി മാറിയ മറ്റൊരു മ്യൂസിക് ഡയറക്ടർ വേറെ ഉണ്ടാകാൻ വഴിയില്ല. സിനിമയിലെ പാട്ടിറങ്ങി വൈറലായതിന്റെ പേരിലൊന്നുമല്ല, മ്യൂസിക് ഡയറക്ടറായി വർക്ക് ചെയ്ത ഒരൊറ്റ സിനിമ പോലും റിലീസാവാതെ തന്നെ ഒട്ടനവധി പ്രോജക്റ്റുകൾ കൈവശം വച്ചിരിക്കുന്നതിന്റെ പേരിലാണ്. നിലവിൽ കോളിവുഡിലെ ടോപ്പ് മ്യൂസിക് ഡയറക്ടറായ അനിരുദ്ധിനേക്കാളും പ്രോജക്റ്റുകൾ സായ് അഭ്യങ്കറിന്റെ കൈവശമുള്ളതായാണ് പറയപ്പെടുന്നത്. നായകന്മാർക്കിടയിലെ നെപ്പോട്ടിസത്തിന്റെ കാര്യം എപ്പോഴും ചർച്ചാ വിഷയമാകാറുള്ള ഒന്നാണ്. അതേസമയം മ്യൂസിക് ഡയറക്ടർമാരിലെ നെപ്പോട്ടിസത്തെ കുറിച്ചുള്ള കാര്യം ചർച്ചാ വിഷയമായി മാറണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ഓരോ കാലഘട്ടങ്ങളിലും അതാത് ഇൻഡസ്ട്രികളിലെ ടോപ്പ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്ന് പറയത്തക്ക മ്യൂസിക് ഡയറക്ടർമാർ എന്തായാലും ഉണ്ടായിരിക്കും. ഇളയരാജയുടെയൊക്കെ പീക്ക് ടൈമിൽ പടത്തിന്റെ നായകൻ, സംവിധായകൻ എന്നിവരെക്കാളും പ്രാധാന്യമുണ്ടായിരുന്നു ഇളയരാജയ്ക്ക്. അങ്ങേരുടെ മ്യൂസിക്കിന് വേണ്ടി മാത്രം ഓടിയ ഒരുപാട് സിനിമകൾ അക്കാലത്തുണ്ടായിരുന്നു. ആളുകൾക്ക് ഇളയരാജയുടെ മ്യൂസിക്കിനോടുള്ള താല്പര്യം തന്നെയായിരുന്നു അതിന് പിന്നിലെ കാരണം. ഇന്നും പടങ്ങളിൽ റെട്രോ സോങ്സിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ എല്ലാവരും ചെന്ന് മുട്ടുന്നത് ഇളയരാജയുടെ പ്ലേലിസ്റ്റിന്റെ വാതിലുകളിലായിരിക്കും. പക്ഷെ അതിനകത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തമിഴ് സിനിമയ്ക്ക് വേണ്ടി പല ഹിറ്റ് ഗാനങ്ങളും ആലപിച്ചിട്ടുള്ള ടിപ്പുവിന്റെ മകനായ സായിനെ ആദ്യമായി കണ്ടപ്പോൾ ആരുടെയും വീട് കാണുന്നതിന്റെ ഇടയിൽ കയറി ഒന്ന് ഫ്ലോ കളയുന്ന എന്ന ഫീലായിരുന്നു. പിന്നെ പാട്ടെല്ലാം കൂടി ഹിറ്റായി, പടത്തിലും ചാൻസ് കിട്ടി. പടത്തിന്റെ ടൈറ്റിൽ ടീസറും വന്നു. ലോകേഷിന്റെ LCU ഒക്കെ അങ്ങ് പീക്ക് ടൈമിൽ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ബെൻസിന്റെ അപ്ഡേറ്റ് വന്നത്. അപ്പോൾ ഒരു പടം പോലും വർക്ക് ചെയ്ത് പരിചയമില്ലാത്ത വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന്റെ ആദ്യ ചിത്രം തന്നെ LCUലെ ബെൻസിലൂടെ ആവുമ്പോൾ ട്രോളുകൾ വരുന്നതൊക്കെ സ്വാഭാവികം. ബെൻസിന്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം സായ് അഭ്യങ്കർക്ക് വെച്ചടി കയറ്റമായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. കറുപ്പ്, ബെൻസ്, ഡൂഡ്, ബൾട്ടി, മാർഷൽ തുടങ്ങി ഒരുപാട് പ്രോജക്റ്റുകൾ കൈവശമുണ്ടെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആൽബം സോങ് മാത്രം ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ബിഗ് പ്രോജക്റ്റുകൾ അടക്കം ഇത്രയധികം സിനിമകളുടെ ഭാഗമാകാൻ ചാൻസ് ലഭിച്ചത് എന്ന ചോദ്യത്തിന് അത്രയ്ക്കും തല പുകഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ബെൻസിലെ സായുടെ വർക്കും അനിരുദ്ധിന്റെ മ്യൂസിക്കും തമ്മിൽ ഏറെക്കുറെ ഒരുപാട് സാമ്യതയുണ്ട്. കൊമേഴ്ഷ്യൽ ഫിലിം മേക്കേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ ഒരൊറ്റ കാരണം മാത്രം മതി. കാരണം ഇന്നത്തെ ജനറേഷനിൽ തമിഴ് സിനിമയിലെ മോസ്റ്റ് വാണ്ടഡ് മ്യൂസിക് ഡയറക്ടർ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അനിരുദ്ധും ഒരു നെപ്പോ കിഡാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രജനിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഇങ്ങേർക്ക് സിനിമയിൽ ചാൻസ് ലഭിക്കുക എന്നത് അത്ര പ്രയാസമേറിയ കാര്യമൊന്നുമായിരുന്നു കാണില്ല. ഇങ്ങേരെ ആദ്യമായി കമ്പോസ് ചെയ്ത പാട്ട് തന്നെ വേൾഡ് വൈഡ് ട്രെൻഡായിരുന്നു. ആ ടൈമിലൊക്കെ ഈ പാട്ട് കേട്ട് വൈബ് ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നു കാണില്ല. ഈ സിനിമയുടെ മുഴുവൻ ആൽബം തന്നെ വളരെ വലിയ ഹിറ്റായിരുന്നിട്ട് കൂടിയും വർഷങ്ങളോളം അനിരുദ്ധിനെ തേടി ബിഗ് പ്രോജക്റ്റുകളൊന്നും തന്നെ വന്നിരുന്നില്ല. 2014 വന്ന കത്തിയാണ് അനിരുദ്ധിന് ആദ്യമായി കിട്ടിയ ഒരു ബിഗ് ഹീറോ ബിഗ് ചിത്രം. അതേ വർഷം തന്നെ വന്ന മാൻകരാട്ടെ, വേലയില്ല പട്ടധാരി എന്നീ പടങ്ങളിലെ പാട്ടുകളും BGMകളും എല്ലാം തന്നെ വമ്പൻ ഹിറ്റുകളായിരുന്നെങ്കിലും കത്തി അനിരുദ്ധിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചൊരു വർക്കായി ഇന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ അനിരുദ്ധ് പാട്ടിയാടിയാണ്, കോപ്പിയാടിയാണെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും നിലവിൽ ഇങ്ങേറെ വർക്കുകളൊക്കെ കോളിവുഡിന് ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ശിവകാർത്തികേയന്റെ ഒക്കെ കരിയർ എന്ന ടോപ്പിലെത്തിയതിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിനും ഒരു പ്രധാന പങ്കുണ്ട്. പിന്നീട് അനിരുദ്ധ് ധനുഷ് കോംബോ, അനിരുദ്ധ് SK കോംബോ, അനിരുദ്ധ് വിജയ് കോംബോ, അനിരുദ്ധ് രജനി കോംബോ, അനിരുദ്ധ് ലോകേഷ് കോംബോ, അനിരുദ്ധ് നെൽസൺ കോംബോ എന്നിങ്ങനെ തൊട്ടതെല്ലാം ഹിറ്റ് തന്നെ. ചുരുങ്ങിയ ചെലവിൽ അനിരുദ്ധിനെ പോലെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ കിട്ടിയാൽ കൊമേഴ്ഷ്യൽ പടങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും ഡയറക്ടർ അത് വേണ്ടെന്ന് വെക്കുമോ? തമിഴിൽ നമ്മൾ കേട്ടാസ്വദിച്ചിരുന്ന പല പാട്ടുകളുടെയും കമ്പോസർമാരിൽ ഒട്ടുമിക്ക ആളുകളും നെപ്പോ കിഡ്സ് തന്നെയാണ്. AR റഹ്മാന്റെ ഫാദറായ RK ശേഖർ പോലും പണ്ടത്തെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. AR റഹ്മാന്റെ സഹോദരിയുടെ മകനായ GV പ്രകാശ് ഇന്ന് നിലവിൽ തമിഴിലെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർമാരിൽ ഒരാളാണ്. ജെന്റിൽമാൻ സിനിമയിൽ പ്ലേബാക്ക് സിംഗറായി ഇൻട്രൊഡ്യൂസ് ആയതിനു ശേഷം ഒട്ടനവധി സിനിമകളിൽ അസിസ്റ്റന്റായും കീബോർഡ് ആർട്ടിസ്റ്റായും ഒക്കെ വർക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രോപ്പറായി അങ്ങേർക്ക് സിനിമാ ഫീൽഡിലേക്ക് എൻ്റർ ആവാൻ സാധിച്ചത്. ഇളയരാജയുടെ മകനായ യുവൻ ശങ്കർ രാജ ആവട്ടെ തന്റെ ആദ്യ ചിത്രമായ അരവിന്ദൻ അട്ടർ ഫ്ലോപ്പ് ആയതോടെ അങ്ങനെ അൺലക്കി എന്നും പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വർഷങ്ങളോളം അകറ്റി നിർത്തിയിരുന്നു. Till Deena, people used to call me an unlucky music director because na music பண்ற படம் ஓடல. They stamped me like that.
പിന്നീട് AR മുരുകദാസിന്റെയും ദീനയ്ക്ക് ശേഷമാണ് പതിയെ ചാൻസ് കിട്ടി കയറി വന്നതും ശേഷം പല ഹിറ്റ് ഗാനങ്ങൾക്ക് ഈണം നൽകിയതും. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്നും തീർത്തും പുറത്തായ അവസ്ഥയാണ് ഇങ്ങേർക്കും ഹാരിസ് ജയരാജിനുമൊക്കെ. ഒരു കാലത്ത് നമ്മുടെ എല്ലാം പ്ലേലിസ്റ്റുകൾ അടക്കി ഭരിച്ചിരുന്ന ഈ രണ്ടു പേർക്കും ട്രെൻഡിനൊത്ത് ഉയരാൻ സാധിക്കാതെ പോയതാണ് വിനയായി മാറിയത്. റഹ്മാന് ശേഷം ഹാരിസ് ആയിരിക്കും എന്നൊക്കെ കരുതി നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അനിരുദ്ധിന്റെ വരവോടെ ഹാരിസ് പതിയെ ഫെയ്ഡ് ആവാൻ ആരംഭിച്ചു. അവസാനം ഇപ്പൊ ഫീൽഡ് ഔട്ടുമായി. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർക്കുള്ള ഫിലിം ഫെയർ അവാർഡ് തുടർച്ചയായി മേടിച്ചുകൊണ്ടിരുന്ന AR റഹ്മാന്റെ ആ ഒരു റെക്കോർഡ് മിന്നല എന്ന തന്റെ ഫസ്റ്റ് ചിത്രത്തിലൂടെ തന്നെ ബ്രേക്ക് ചെയ്തത് ഹാരിസ് ആയിരുന്നു. അങ്ങനെ ലെജൻഡായി അറിയപ്പെടേണ്ട ഹാരിസിന് ഇന്ന് ഈ ലെജൻഡ് ശരവണാച്ചിയുടെ പടത്തിന് വരെ മ്യൂസിക് കമ്പോസ് ചെയ്യേണ്ട അവസ്ഥ. ഹാരിസ് ജയരാജിന്റെ കാലഘട്ടം അവസാനിച്ചു എന്ന് പറയുന്നത് കോളിവുഡിനും മ്യൂസിക് ലവേഴ്സിനും തീരാ നഷ്ടമാണ്. അനിരുദ്ധിന്റെ ടൈം വർക്കൗട്ട് ആയതോടെ കൊമേഴ്ഷ്യൽ ഫിലിം മേക്കേഴ്സ് ഒന്നടങ്കം അങ്ങേറെ പുറകെ പോയി. അതോടെ പല മ്യൂസിക് ഡയറക്ടർമാരും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. സാം CS, ഗോവിന്ദ് വസന്ത, സീൻ റോൾഡൻ തുടങ്ങി പല അണ്ടർറേറ്റഡ് മ്യൂസിക് ഡയറക്ടർമാരും ഇന്ന് കോളിവുഡ് ഇൻഡസ്ട്രിയിലുണ്ട്. അതേസമയം രജനികാന്ത്, വിജയ്, സൂര്യ മാത്രമല്ല നിലവിലെ ഏറ്റവും വലിയ പാൻ ഇന്ത്യ സ്റ്റാറായ പ്രഭാസിന്റെ പടത്തിൽ പോലും മാക്സിമം പണിയെടുത്തിട്ടും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് സന്തോഷ് നാരായണൻ. അങ്ങനെ പല എക്സ്ട്രാ ഓർഡിനറി വർക്കുകൾ ചെയ്തിട്ട് പോലും വേണ്ടത്ര സിനിമകൾ ലഭിക്കാതെ പോയ ഇവരെ വെച്ച് നോക്കുമ്പോൾ 3-4 ആൽബം സോങ് മാത്രം ചെയ്തതിന്റെ പേരിൽ ബിഗ് ബജറ്റ് പടങ്ങളടക്കം സായിയുടെ കയ്യിൽ മാത്രം എങ്ങനെ ഇത്രയധികം സിനിമകൾ വന്ന് കുന്നുകൂടുന്നു എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായേക്കാം. എന്നാലും നീ ഇതെങ്ങനെ? സായി അഭ്യങ്കറുടെ ബെൻസിലെ ബീജിയം കേട്ടപ്പോൾ അടിപൊളിയായി തോന്നി. അതേസമയം വാൾട്ടറിന്റെ ബീജിയം കേട്ടപ്പോൾ കാരണം കണ്ണി കണ്ട എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് ഓവർ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന വിഷയം ഹിറ്റായതോടെ ഹിപ്പ് ഹോപ്പ് ആദി, വിവേക് മെർവിൻ തുടങ്ങി കുറെ മ്യൂസിക് ഡയറക്ടർമാർക്ക് സിനിമയിൽ ചാൻസ് ലഭിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും വലിയ രീതിയിൽ തിളങ്ങാൻ സാധിക്കാതെ പോയി. എന്തിലേറെ പറയുന്നു, നിങ്ങളെന്താ അനിരുദ്ധിനെ പോലെ മ്യൂസിക് ചെയ്യാത്തെന്ന് സാം CS-ന്റെ മകൻ പോലും അങ്ങേരോട് ചോദിച്ചിട്ടുണ്ട്. எப்போ தோணுன்னா இப்போ என் பையன் கேட்பான், என்னப்பா நீங்கள் அனிருத் மாதிரி பாட்டு பண்ண மாட்டீங்கம்மா, அனிருத் மாதிரி பண்ணுங்க, அப்போ தான், ஏன்னா அவனுக்கு அனிருத் ரொம்ப பிடிக்கும், ஸோ அனிருத் மாதிரி பண்ணுங்க அப்படின்னு சொல்லுவான். മാത്രമല്ല ലോകേഷ് ഇനി അനിരുദ്ധില്ലാതെ ഒരു ഒറ്റപ്പെടുത്തി പോലും വർക്ക് ചെയ്യാൻ പോണില്ല എന്ന ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് വരെ നൽകി. സായി അഭ്യങ്കർ എന്നല്ല, ഇനി ആര് തന്നെ ആയാലും ട്രെൻഡിനനുസരിച്ച് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മുൻപോട്ടുള്ള പോക്ക് അത്ര സുഖകരമായിരിക്കില്ല എന്നതിന്റെ തെളിവാണ് UNAയും ഹാരിസിനെ പോലെയുമുള്ളവരുടെ എല്ലാം ഡൗൺഫോൾ.